ഹായ് ഫ്രണ്ട്സ്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്നുള്ളതേ പൊതുവേ നമ്മളിങ്ങനെ പറയുന്നങ്ങനെ കേൾക്കാം. എന്നാലേ അതേപോലത്തെ ഒരു വീഡിയോ ആണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യണ്ട, നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മൾ ലക്ഷങ്ങൾ മുടക്കിങ്ങാണ്ട് അല്ലെങ്കിൽ 50,000 60,000 ഒക്കെ മുടക്കിങ്ങാണ്ട് നമ്മൾ ഐഫോൺ വാങ്ങും. നമ്മൾ ആഗ്രഹിച്ചു വാങ്ങുന്ന സാധനമാണ്. പക്ഷെ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ചില ആളുകൾ ശ്രദ്ധിക്കൂല. ഇന്ന് അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, നമുക്ക് ഇന്നൊരു കസ്റ്റമർ ഐഫോൺ 13 ഡെഡ് ആയിട്ട് വന്നു. ഞാനത് അയച്ചു നോക്കിയപ്പോ ബാറ്ററി ബൾജായി പോയിട്ടുണ്ട്. ബൾജാകുക മാത്രമല്ല, വീക്കായി പോയിട്ടുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിസ്പ്ലേ വരെ പോകും. സംബന്ധം വെച്ചാൽ അതിന് പുതിയ ബാറ്ററി ആണ്, ഒറിജിനൽ ബാറ്ററി മാറിയിട്ട് കസ്റ്റമറിന് കൊടുത്തു. കസ്റ്റമർ എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ, ചാർജിങ്ങിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, ചാർജിങ്ങിന് ഇടയ്ക്ക് കയറാത്ത ഇഷ്യൂ ഉണ്ട് പറഞ്ഞു. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ കേബിളോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടോ, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം കൊടുന്ന ഒരു കേബിളാണിത്. കേബിൾ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ടോ എന്നോട് കൂടെ. അദ്ദേഹം കൊടുന്ന ഒരു കേബിളാണിത്. സംഭവം എന്ന് വെച്ചാൽ ഇവിടെ പൊട്ടിയിട്ട് ഇത് പുറത്തേക്ക്, ഇതിന്റെ കമ്പി കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇത് കൊടുന്നപ്പോ ഇങ്ങനെ അല്ലായിരുന്നു, സെല്ലോ ടാപ്പൊക്കെ ചിറ്റിയിട്ടാണ് കൊടുന്നത്. അപ്പൊ ഇങ്ങോട്ട് പറയാലോ എന്ന് വെച്ചാൽ, ഇത്രയും ലക്ഷങ്ങൾ അല്ലെങ്കിൽ 50,000 വലിയ എമൗണ്ടിന് നമ്മൾ ഫോൺ എടുത്തിട്ട് 1,000 1,500 നമുക്ക് മുടക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ എന്തിനാ പിന്നെ ഈ ഫോൺ എടുക്കേണ്ട ആവശ്യം? ഞാൻ എല്ലാവരും കുറ്റപ്പെടുത്തൂല. ഇത് നിങ്ങൾക്ക് വലിയൊരു ഡേഞ്ചർ ആയിക്കാരം. ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ നഷ്ടം നമുക്ക് സംഭവിക്കും. ഇതേപോലെ ഒരിക്കലും യൂസ് ചെയ്യരുത്. ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ്. ഇതേപോലെ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ആ ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതേപോലത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. ആപ്പിളിന്റെ എന്ത് പ്രൊഡക്റ്റും ഇവിടെ നമ്മളടുത്ത് സർവീസ് ഉണ്ട്. അപ്പോൾ കോൺടാക്ട് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, താങ്ക്